സ്കൂളിലെല്ലാം കഴിഞ്ഞ് സെറ്റായി ഒന്ന് വന്നപ്പോഴേക്കും അമ്മയ്ക്ക് ബസ്സിന് പോകാനുള്ള സമയമായി. അപ്പോൾ നമ്മൾ അമ്മനെ കൊണ്ടാക്കിയിട്ട് വന്നിട്ട് ബാക്കി വീഡിയോ. ഓക്കെ, ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടുവരാം. കൂടുതലൊന്നും പറയുന്നില്ല, കാര്യങ്ങളൊക്കെ നടക്കട്ടെ. അമ്മ വർക്കിന് പോകാൻ വേണ്ടി എവിടേക്ക് ഓടും. എന്താണ് എല്ലാ പണിയും കഴിഞ്ഞ് കുട്ടി കുളിച്ചൊരുങ്ങി റെഡി ആയിട്ട് വർക്കിന് പോകാൻ നിൽക്കണേ. നമ്മുടെ വീട്ടിൽ എങ്ങനെ പോയാലും ഒരു മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വീടൊക്കെ ഭയങ്കര ഇതാണ്. എന്താ പറയുക, ചാലിൽ വെള്ളം വിട്ട പോലത്തെ ഒരു അവസ്ഥയാണ്. ഫുള്ള് വെള്ളമായിരിക്കും ഉമ്മറ മൊത്തം. ഇതാണ് നമ്മുടെ വീട്ടിൻ്റെ മുന്നിലെ അവസ്ഥ. ഒന്നും ചെയ്യാൻ പറ്റില്ല. കുറേ നല്ല മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വെള്ളം കെട്ടി നിൽക്കലേ ഉള്ളൂ. അന്ന് ഒഴുകിപ്പോകാൻ കുറച്ച് സമയമെടുക്കും. അപ്പോൾ ഗൈസ് ഒന്ന് കുളിച്ച് ഫ്രഷായിട്ട് വരാം. അതിനുശേഷം ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. ഓക്കെ, സ്കൂളിലെല്ലാം കഴിഞ്ഞ് സെറ്റായി ഒന്ന് വന്നപ്പോഴേക്കും അമ്മയ്ക്ക് ബസ്സിന് പോകാനുള്ള സമയമായി. ആകെ ടൈമില്ലാത്ത ടൈമിൽ എല്ലാം പടപടയും ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ അമ്മനെ കൊണ്ടാക്കിയിട്ട് വന്നിട്ട് ബാക്കി വീഡിയോ. ഓക്കെ, തുളച്ച് കളിക്കണോ? ബൈ. ഈ സംഭവം വേറൊന്നുമില്ല. കുളി പകുതി എത്തുമ്പോൾ തന്നെ അമ്മയ്ക്ക് ബസ്സിന് സമയം എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ച് വെറുപ്പിക്കാൻ തുടങ്ങി. പിന്നെ വേഗം ചടപടാന്ന് കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഒന്നിനും സമയം കിട്ടിയില്ല. വേഗം ഡ്രസ്സ് എടുത്തിട്ടും കൊണ്ട് അമ്മനെ കൊണ്ടാക്കി. അമ്മയ്ക്ക് ഇനിയിപ്പോൾ ബസ് വൈകി കഴിഞ്ഞാൽ ഞാൻ തന്നെ പെടും. കാരണം എന്താ വെച്ചാൽ ഞാൻ തന്നെ ബൈക്കിൽ കൊണ്ടാക്കേണ്ടി വരും. ആ ബസ്സിൻ്റെ ബാഗ് അതിൻ്റെ കൂടെ പിടിക്കേണ്ടി വരും. അത് വയ്യാത്തതുകൊണ്ട് വേഗം എല്ലാ പരിപാടിയും സെറ്റ് ചെയ്തു. ഇനി കഴിക്കട്ടെ, വിശന്നിട്ട് വയ്യ. കുറേ നേരമായി. സമയം ഇപ്പോൾ 10 മണി ആവാറായി. ഞാൻ ഒന്നാമത് എണീക്കാൻ തന്നെ വൈകി 7:30 അപ്പോൾ ശരി ഗൈസ്, രാവിലെ തന്നെ അമ്മ നല്ല ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടാണ് പോയത്. എനിക്കിഷ്ടപ്പെട്ട മറ്റേ കടലച്ചട്നിയും ഇഡലിയും, അതേപോലെ തന്നെ രാവിലെ തന്നെ കുറച്ച് കൂനും കിട്ടി. അപ്പോൾ ഇന്നത്തെ കാര്യം സെറ്റായി. കൂന് കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു കറി തന്നെയല്ലേ. പിന്നെ ഒരു 2 പീസ് ചക്കരക്കിഴങ്ങും. അപ്പോൾ ഇതൊന്ന് കഴിച്ചിട്ട് പെട്ടെന്ന് വരാം കേട്ടോ ഗൈസ്. ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ, നമുക്ക് മമ്മി ഒരു പണി തന്നിട്ടുണ്ട്. നമ്മൾ നേരെ KSEB ഓഫീസിൽ പോയിട്ട് കറണ്ട് ബില്ല് അടയ്ക്കണം. ഇനി നേരെ കറണ്ട് ബില്ല് അടച്ചതിന് ശേഷം കാണാം. ഓക്കെ, കറണ്ട് ബില്ല് അടയ്ക്കാൻ പോട്ടെ. ഇല്ല പറഞ്ഞാൽ കറണ്ട് കട്ട് ചെയ്താൽ പിന്നെ ഇവിടെ പിടിക്കും എൻ്റെ അമ്മ. എനിക്കിന്ന് വേറൊരു പരിപാടിയും കൂടി ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഇവിടെ അടുത്തൊന്നല്ല, മലമ്പുഴയിലൊരു കാളകളി ഉണ്ട്. കാളകളി മീൻസ് ഈ കാളനെ ഓട്ടിക്കുന്ന പരിപാടിയില്ല, ആ ഒരു മത്സരമുണ്ട്. അപ്പോൾ ചിലപ്പോൾ അങ്ങോട്ട് പോകും. അങ്ങോട്ട് പോവുകയാണെങ്കിൽ അവിടുത്തെ കാഴ്ചകൾ കാണിച്ചു തരാം. ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ ഇതുവരെ അങ്ങനത്തെ കാളയോട്ടമൊന്നും കണ്ടില്ല. വെറുതെ റീൽസിലും വീഡിയോസിലും കാണാനില്ലാണ്ട് കണ്ടിട്ടില്ല. ശരാ, തേങ്ങ വീണു. രാവിലെ അച്ഛൻ പറഞ്ഞുള്ളൂ തേങ്ങ വീഴും, തെങ്ങിൻ്റെ താഴത്ത് നിൽക്കരുതെന്ന്. ഇപ്പോൾ ഒരു തേങ്ങ വീണു. കുത്തി കയറി ഇങ്ങോട്ട് വാടാണ്ട്. എൻ്റെ അമ്മ കുറ്റി മുറിഞ്ഞ് മരത്തിൻ്റെ മേഴത്തെ കൂടെ വീണു. ഒരു മിനിറ്റ് ഗൈസ്. ഒക്കെയോ ഒന്ന് വളർത്തിക്കൊണ്ടുവന്ന ചെടിയാണ്, അതിന് മുറിച്ചിട്ടു. അപ്പോൾ ഇന്നിപ്പോൾ തേങ്ങ ഇപ്പോൾ എത്രേ 6ാമത്തെ തേങ്ങ രാവിലെ തന്നെ കിട്ടുന്നത്. അങ്ങനെ ഒറ്റയ്ക്കിരിക്കണേ, എന്ത് പറ്റി? നിൻ്റെ കൂടെ ഉള്ളവനോടെ ആരാമച്ചനെ പറയടാ. ഒരു പണിയില്ലെങ്കിൽ എന്ത് ചെയ്യേണ്ടത് വെച്ചാലേ അവിടെ കിടന്നുറങ്ങിക്കോ. ആരെയും വരുമ്പോൾ മാത്രം ഒന്ന് എണീച്ച് 2 കുരച്ചിട്ട് കിടന്നാൽ മതി. ഓക്കെ, എല്ലാവരും ഒന്ന് പേടിപ്പിച്ച് വിട്. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നീ ഒന്ന് കറക്റ്റ് മനസ്സിൽ വെക്കി. ഓക്കെ, അവൻ വന്നാൽ അവൻ്റെ അടുത്ത് ഇത് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരാം. ആരിനും ഉള്ളിൽ കയറ്റാൻ നിൽക്കരുത് കേട്ടോ. നീ കേൾക്കണ്ട? ആരിനും ഉള്ളിൽ കയറ്റരുത്. ഓക്കെ, അപ്പോൾ ശരി കേട്ടോ, ഞാൻ പോയിട്ട് വരാം. എന്താ വെച്ചാൽ ആരെയും വന്നാ ഒരുത്തിനും കയറ്റിട്ടുണ്ട് കേട്ടോ. വിടുവാ, നോക്കി പിടിക്കടാ, വരുന്നവനെ പിടിക്കടാ. ആളെ സീനാണ്. എന്താ വെച്ചാൽ 2 കടിയും 4 മാന്തും. അങ്ങനെയാണ് നിലവിലെ ആൾക്കാർക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഘട്ടം നമ്മൾ ആദ്യം കറണ്ട് ബില്ല് അടിക്കാൻ പോയിട്ടാണ്.
കറണ്ട് ബില്ല് അടച്ചതിന് ശേഷം ബാക്കി കാര്യങ്ങൾ. ഓക്കെ, നമ്മുടെ അടുത്ത വീട്ടിലൊരു കാറുണ്ട്, ഉള്ളിൽ കാറിലാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ KSEB പോയി കറണ്ട് ബില്ല് അടിച്ചതിന് ശേഷം നേരെ കാളപ്പോട്ട് കാണാൻ പോവാണ്. അപ്പോൾ നമ്മുടെ കൂടെ ക്യാമറാമാൻ കാർത്തിക് സൂര്യയാണ് ഉള്ളത്. അപ്പോൾ ബാക്കി വീഡിയോ നമുക്ക് അവിടെ നിന്ന് കാണാം കേട്ടോ. നമ്മളിപ്പോൾ ഇങ്ങനെ ഗൈസ് ഞാൻ അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് KSEBിൽ വന്നിട്ട് കറണ്ട് ബില്ല് അടയ്ക്കുന്നത്. നിങ്ങൾ എന്നെ പോലെ ചിലവരൊക്കെ അടയ്ക്കാതിരിക്കുന്നവർ ഇപ്പോഴും ആദ്യമായിട്ട് പോലും ഒരു തവണ പോലും KSEB ഓഫീസിൽ കയറാത്തവരുണ്ടായില്ലേ ഗൈസ്. അങ്ങനെ ഞാൻ ലൈഫിൽ ആദ്യമായിട്ട് കറണ്ട് ബില്ല് അടച്ചിരിക്കുകയാണ് KSEBിൽ നിന്ന്. അതിൻ്റെ ബില്ല് കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ കാര്യങ്ങൾ നടക്കണം നമ്മളെ പിടിച്ചേനെ. അപ്പോൾ ഗൈസ് നല്ല മഴയാണ്, പെരും മഴ എന്ന് പറഞ്ഞാൽ അന്തർ മഴ. ഇത്രയും ദിവസം ഉണ്ടായില്ല, ഫുള്ള് വെയിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അന്നിപ്പോൾ എന്താണോ ഞാൻ വണ്ടി എടുത്ത് പുറത്തിറങ്ങിയത് കറക്റ്റ് മഴ. ഇനിയിപ്പോൾ നേരെ ഞങ്ങൾ മലമ്പുഴ പോകാൻ പറ്റുമോ നോക്കട്ടെ. കന്നുകളി ഉണ്ട്, കന്നുകളി. അപ്പോൾ ഗൈസ് കാര്യങ്ങളൊക്കെ നടക്കട്ടെ, നമ്മൾ ഇവിടേക്ക് തന്നെ ഉണ്ടാവും. ഓക്കെ ഗൈസ്, നിലവിൽ ഇവിടെ നല്ല തിരക്കുണ്ട്. തിരക്കെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് ഈ ഒരു പരിപാടിക്ക് വരുന്നത്. സംഭവം ഇവിടെ ഇത്രയും തിരക്കുണ്ടാവും ഞാൻ വിചാരിച്ചില്ല. ഒരുപാട് അത്യാവശ്യം നിറയെ വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. അവിടെ ഏകദേശം പരിപാടി കാര്യങ്ങളൊക്കെ തുടങ്ങി. ഞങ്ങൾ എന്തായാലും വൈകി, ഇവിടെ ഫുള്ള് മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇവിടെ കുറേ വണ്ടികളുണ്ട്, ഇവിടെ ഇത്രയും വണ്ടികളുണ്ട്, ഇവിടെ വണ്ടികളുണ്ട്. നമ്മുടെ വണ്ടി കറക്റ്റ് സേഫ് ആക്കി വെച്ചേക്കും. സംഭവം എന്താ വെച്ചാൽ കാളയും കാര്യങ്ങളൊക്കെ ഒന്ന് ചെറുതായിട്ടെങ്കിലും തിരിഞ്ഞു വരിക, എന്തെങ്കിലുമൊക്കെ ആയി ഒന്ന് വണ്ടിയിൽ മുട്ട തട്ടി ചെയ്ത് കഴിഞ്ഞാൽ പണി 8 കിട്ടും. അവിടെ കാള വണ്ടി ഓട്ടം കാള ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ അവിടെ എത്തിയിട്ട് ബാക്കി വീഡിയോസ് കാണിച്ചു തരാം കേട്ടോ. അതുകൊണ്ട് അമ്മാതിരി സാധനങ്ങളൊക്കെ ഇവിടെ നിൽക്കുന്നത് നമുക്ക് ഇതിന് കാണുമ്പോൾ തന്നെ പേടിയുണ്ട്. ഐറ്റംസ് ആണ് ഇതൊക്കെ. ഇവിടെ ഫുള്ള് ചളിയും കുളിയൊക്കെ ആണ്, കണ്ട കാര്യമില്ല. നിലവിൽ അപകടം 100 മീറ്റർ ഗ്രൗണ്ട്. ഇപ്പം അത് അവിടെ നിന്ന് സ്റ്റാർട്ടാവും. നമുക്ക് ആ സ്റ്റാർട്ടാവുന്ന ഓടുമ്പോൾ നമ്മൾ പരിപാടി സെറ്റ് ചെയ്യും. ഉടമകളോട് അഭ്യർത്ഥിക്കുകയാണ്. ആദം കുനിയമ്പാടം, ഷാജഹാൻ പുള്ളോർ, അനീഷ് കൊട്ടേക്കാട്, അബ്ബാസ് എറവക്കോട്, ലത്തീഫ് മംഗലം, വിപിൻ യാക്കര, മനു വെളറോഡ്. A29 നിലവിലിത് A16 A23. ഇത് കാണുമ്പോൾ എന്ത് തോന്നുന്നുണ്ടോ കാർത്തിക് സൂര്യ? ഇത് കാണുമ്പോൾ ഞാൻ ആദ്യമായിട്ട് വരുന്നത്. ഇഷ്ടപ്പെട്ട പരിപാടി? പരിപാടി ഇഷ്ടപ്പെട്ടു. ലോങ്ങല്ല ഫൗളായതുകൊണ്ട് ഞങ്ങൾ വിട്ടിരിക്കുന്നത്. ഞങ്ങൾ അടുത്ത പരിപാടി ആയിട്ട് പിടിക്കുന്നതായിരിക്കും. അതെ, അതുപോലെ വെൽറ്റടിഞ്ഞു. മച്ചാനെ നിന്റെ പേരെന്താ? മച്ചാനെ? പേടിയുണ്ട് കേട്ടോ, എനിക്ക് നല്ല പേടിയുണ്ട്. ഒന്നും ചെയ്യരുത്, ഒന്ന് ഇളകെ കൂടി ഞാൻ ഓടും. എൻ്റെ അടുത്ത് വീട് കുഴിയനാ? എന്താ പ്രശ്നം നിന്റെ? ഓക്കെ അല്ലേ? നീ ഹാപ്പി ആയിട്ടിരിക്കട്ടെ മച്ചാനെ, പേടിക്കണ്ട. കടിക്കുവോ? നക്കണ്ടാട്ടാ. ഞാനൊക്കെ ആദ്യമായിട്ട് നിങ്ങളെ പോലുള്ള ആൾക്കാരെ തുടർന്ന്, മനസ്സിലായോ? നിനക്ക് തൊടാൻ കിട്ടുന്നതിന്റെ ഭാഗ്യമാണ്.
കടിക്കും നീയൊക്കെ കണ്ടാ അടി സാക്കെ ഏതോ കൊമ്പുതാ അവിടെ നോക്കിങ്ങടേ ഒന്നിങ്ങോട്ട് നോക്കേ ഗായ്സ് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഇമ്മാതിരി സാധനങ്ങളൊക്കെ തൊടുന്നത് അതൊക്കെ ഒരു രണ്ടെണ്ണം അടിക്കാൻ അങ്ങോട്ട് വരുന്നേ അടിക്കാൻ അങ്ങോട്ട് വരും പോടാ പോടാ തിന്നാനൊന്നും ഇല്ല എൻ്റെ കയ്യിൽ പോടാ പൊടി ഓ ആ തിന്നാൻ എന്തൊക്കെ കൊടുക്കാന്ന് കൊണ്ട് ഓടി വന്നാൽ എൻ്റെ അടുത്ത് പാവങ്ങളെ ഞാൻ വിചാരിച്ചു എന്നെ കടിക്കാൻ വരുന്നത് അച്ഛൻ എന്താ പേര് എന്നിട്ട് ഒന്നുമില്ല സത്യമായിട്ടൊന്നുമില്ല അപ്പോൾ നമ്മുടെ ചെക്കൻ ഇവിടെ 1ാം പ്രൈസ് അടിച്ച കാളയല്ലോ കാളയല്ലേ രണ്ടാമത്തെ കാള ഇതാണ് ഇവിടെ 1ാം പ്രൈസ് അടിച്ച കാള ഓക്കെ സംഭവം ഐറ്റം വേറെ ലെവൽ തൊടാൻ പേടിയുണ്ട് നല്ല പേടിയുണ്ട് ഇതിന് തൊടാൻ ചിലപ്പോൾ കടിക്ക് കുത്ത് എന്തെങ്കിലും ചെയ്യും 1ാം പ്രൈസ് എത്രയാ 1ാം പ്രൈസ് കറക്റ്റ് എനിക്ക് അറിയില്ല എന്തായാലും ഒരു ക്യാഷ് പ്രൈസ് ഉണ്ട് നല്ല ഉഗ്ര ഒരു ട്രോഫി ഉണ്ടോ നിലവിൽ ഇവിടുത്തെ സാഹചര്യത്തിൽ ഫുഡ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞങ്ങൾ വേഗം വീട്ടിൽ പോകാൻ നോക്കട്ടെ ഇവിടെ ഫുഡില്ല ഇവിടെ ഒന്ന് കടകളൊക്കെ കുറച്ച് ദൂരെയാണ് അപ്പോൾ സിറ്റുവേഷൻ വളരെ മോശമായിക്കൊണ്ടിരിക്കുന്നു വയറൊക്കെ ഭയങ്കര നിലവിളി അപ്പോൾ ശരി നമ്മൾ ഇനി വീട്ടിലേക്ക് പോകാനുള്ള പരിപാടികൾ നോക്കട്ടെ ഇവിടുത്തെ പരിപാടി ഏകദേശം കഴിഞ്ഞു സീനിയർ കാളകളി ഉണ്ട് അല്ല കാളയോട്ടം ഉണ്ട് അപ്പോൾ അത് ചിലപ്പോൾ കണ്ടറായിരിക്കും പോവാം അപ്പോൾ കൈ കൊടുക്കാൻ വേണ്ടിട്ടുണ്ട് ചൊരുങ്ങുന്ന കാറ്റിൽ റേസ് വാട്സപ്പ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ വേലു മെമ്മോറിയൽ സ്റ്റേഡിയത്ത് വെച്ച് നടക്കുന്ന സീനിയർ കാളകളുടെ കന്നുതള്ളി മത്സരം. ഗൈസ് നല്ല 8ന്റെ പണി കിട്ടിയെന്ന് പറഞ്ഞാൽ നല്ല 8ന്റെ പണി കിട്ടി. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ അവിടെ ഇറങ്ങുമ്പോൾ തന്നെ ഏകദേശം എൻ്റെ ഫോൺ ചത്ത് കഴിഞ്ഞു. പിന്നെ ഒരു പകുതി ദൂരം എത്തുമ്പോൾ ഇങ്ങനെ ഫോൺ ചത്തു. പിന്നെ ഞാൻ നേരെ ഒന്നും പറ്റില്ല. ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഫുഡ് കഴിക്കുമ്പോഴൊന്നും ചാർജ് എത്താനൊന്നും പറ്റില്ല. ഫുഡ് കഴിക്കൽ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് വണ്ടി കൊണ്ട് നിർത്തിയതിന് ശേഷം ഞങ്ങൾ നേരെ വീടെത്തി ചാർജ് കുത്തി ഫുള്ളാക്കി. അതിന് ശേഷം ഇതെപ്പോഴാണ് ഒന്ന് ഫോൺ എടുത്തത്. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ, വേറൊന്നുമല്ല. അപ്പോഴേക്കും അച്ഛൻ വന്നിട്ടുണ്ട്. അച്ഛൻ രാവിലത്തെ ഓട്ടവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സ്കൂൾ ട്രിപ്പ് എല്ലാം കഴിഞ്ഞ് മൂപ്പര് വന്നിട്ടുണ്ട്. കുറച്ച് പരിപാടി കാര്യങ്ങളും കൂടി ഉണ്ട്, അതൊക്കെ നമുക്ക് കാണാം. അതിൻ്റെ ഇടയിൽ കൂടിയാണ് മഴ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മോ, ഒരു കോട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇട്ടിട്ടും കാര്യമൊന്നുമില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. ഭാഗ്യത്തിന് ഈ വണ്ടി ഉള്ളതുകൊണ്ട് അങ്ങനെ രക്ഷപ്പെട്ടു എന്ന് മാത്രം. അച്ഛൻ അവിടെ ടി വിയും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ശല്യം ചെയ്യണ്ട. എവിടെ പോയി, എന്തിനു പോയി, ആരുടെ കൂടെ പോയി എന്നൊക്കെ ചോദിക്കും. വെറുതെ എന്താണ് പുള്ളിയപ്പോഴേക്കും ഒറ്റയ്ക്ക് ചായ ഉണ്ടാക്കി കുടിക്കാൻ തുടങ്ങി. നമുക്കൊന്ന് വേണമെന്ന് പോലും ചോദിക്കണം ഒരു പരിപാടി മൂപ്പർക്കില്ല. ടി വി ഒക്കെ ഇട്ട് വെച്ചു, മൂപ്പര് പോയി. ഇനിയിപ്പോൾ ഞാനിതൊക്കെ ഓഫാക്കി വെക്കേണ്ടി വരും. അങ്ങനെയാണ് സാധാരണ. ലൈറ്റ് വിട്ട് പോവും, ഞാൻ ഓഫാക്കണം. പൈപ്പ് ഓണാക്കിയിട്ട് പോവും, ഞാൻ ഓഫാക്കണം. അടുത്ത പരിപാടി എന്താ അറിയോ? പാല് മേടിക്കാൻ പോക്കാണ്. പാല് മേടിച്ചിട്ട് വന്നില്ലെങ്കിൽ വൈകിട്ട് ഷെയ്ക്ക് ഉണ്ടാക്കാനും പറ്റില്ല, ഞാൻ ചായക്കും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് പാല് മേടിച്ചിട്ട് വരാം. ഓക്കെ, ബാ. ഞാൻ കാര്യം പറയട്ടെ, നമ്മൾ ഹെൽമെറ്റ് ഇട്ടിട്ട് പോയില്ലെങ്കിൽ എന്തോന്ന് പ്രശ്നം വെച്ചാൽ പോലീസുകാർ ഇപ്പോൾ പഴയ പോലെ ഒന്നല്ല നമുക്ക് ഫൈൻ എഴുതി തരുന്നത്. ഈ ഇടയ്ക്ക് ഒരു 2 ദിവസം മുമ്പ് തന്നെ എനിക്ക് കിട്ടിയുള്ളൂ. അവർ അവരുടെ ജീപ്പ് ചെയ്തിട്ട് ഇങ്ങനെ ക്യാമറ എടുത്തിട്ട് പോയി, ബാക്കത്തെ നമ്പർ പിടിച്ചു, ഒന്നും നോക്കിയില്ല, 500 ഫൈൻ വന്നു. ഇനിയിപ്പോൾ 500 ഫൈൻ അടയ്ക്കണം. അതുകൊണ്ട് ഹെൽമെറ്റ് ഇടുന്നത് നല്ലതാണ് കേട്ടോ. അതിന് മാത്രമല്ല, പിന്നെ നമ്മുടെ സേഫും. നീ പാല് മേടിക്കണോ അച്ഛനെ? ആ
ഇതാണ് ഗൈസ് നമ്മുടെ ഏരിയ. ഇത് നമ്മുടെ മലമ്പുഴ കനാൽ. ഇത് മുഴുവൻ ഫുള്ള് പന്ത് കെട്ടി വെക്കാണ്. ഇതൊക്കെ നമ്മുടെ ഏരിയയാണ്. ഫുള്ള് കാട്. ഈ ഒരു മനുഷ്യൻ വരില്ല ഇവിടെ. ഒരു വീട് കൂടി ഒന്നും അറിയും കൂടിയില്ല. അമ്മാതിരി സെറ്റപ്പാണ് അവിടെ. ഇനിയിപ്പോ അടുത്ത പഞ്ചായത്തുകാര് വന്ന് നേരാക്കണ വരെ ഇവിടെ ഇങ്ങനെ തന്നെ ആയിരിക്കും. അല്ലാണ്ട് നമ്മളൊന്നും ആരും ഇവിടെ നേരാക്കാൻ നിൽക്കില്ല. അത് വേറെ കാര്യം. നമ്മളങ്ങനെ പാല് മേടിക്കണവിടെ എത്തി. പാല് മേടിച്ചതിന് ശേഷം ബാക്കി കാര്യം. ജിപേ. ഹായ്. ആനെ പോണ്ട. ഗജപോക്കി. ഇത് നമ്മുടെ ഈ ഏരിയത്തെ മെയിൻ ആനയാണ്. ഒരു പ്രശ്നത്തിനോ ഒന്നിനും മൂപ്പര് പോവില്ല. അത്രയും പാവ ആന എന്ന് പറഞ്ഞാൽ അത്രയും പാവമാണ് ഈ ആന. നിങ്ങൾ ഈ ആനനെ കണ്ടവരുണ്ടാവും. എന്താ ആനന്റെ പേര്? കുറുവട്ടൂരാ? കുറുവട്ടൂർ കേശവൻ എന്നാണ് ആനന്റെ പേര്. സത്യം പറഞ്ഞാൽ എനിക്ക് പേരൊന്നും അറിയില്ല. അതിന്റെ നമ്മൾ ചെക്കൻ പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നു. ആനന്റെ പേരെന്താണ്? കുറുവട്ടൂർ ഗണേശാണ്. അപ്പൊ സോറി ഗൈസ്, ഞാൻ ചെറുതായിട്ടൊന്ന് പേര് മാറ്റി പറഞ്ഞു. ആന വരുന്നുണ്ടോ? ചില്ലം പട 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 ചില്ലം പട 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 ചില്ലം പട പട. ഞാൻ തന്നെ സിംഗരി മുളക്കും പഞ്ചവടിയൊക്കെ ഞാൻ തന്നെ. ഗൈസ് അങ്ങനെ നമ്മൾ പാലൊക്കെ മേടിച്ചിട്ട് വീടെത്തി. ഇനി കുറച്ച് കഴിഞ്ഞാൽ ഷെയ്ക്ക് ഉണ്ടാക്കണം. അമ്മപ്പ് വിളിച്ച് കറക്റ്റായിട്ട് പാല് മേടിച്ചോന്ന് ചോദിച്ചോളൂ. കറക്റ്റായിട്ട് പാല് മേടിച്ച് വീടെത്തി. ഇനി കുറച്ച് പരിപാടി ഉണ്ട്. ബാക്കി വീട് ഷെയ്ക്ക് അടിക്കുമ്പോൾ ബാക്കി വീടാണ്. ഓക്കെ, ബൈ. ഇതേ ഞാൻ രാവിലെ കൊണ്ടയക്കിയ മമ്മി തിരിച്ച് വരുന്നുണ്ട്. കയ്യിൽ കുറേ പൊതിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താണാവോ തിന്നാക്കണ്ടി കഴിക്കുക, അത്ര തന്നെ. അതിൻ്റെ അടുത്ത് വലിയ കാര്യമായിട്ട് സംസാരിച്ചുകൊണ്ട് പിന്നെ നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടെ വേസ്റ്റ് ചെയ്യണ്ട. എന്നാൽ പിന്നെ ആയിക്കോട്ടെ, നടക്കേണ്ട കാര്യങ്ങൾ. സ്നാക്സ് എന്നുള്ളത് എന്നെ വിളിച്ച് കിട്ടിയില്ല. ശരി അവിടെ മാവുണ്ടോ? താങ്ക് യു. അമ്മ ഇത്ര നേരം കിടക്കുക. നിങ്ങളെ കണ്ടത് എണീച്ചാണ്. ഏയ് ഇത്ര നേരം എൻ്റെ അടുത്തില്ല ഈ സ്നേഹം. തിന്നാൻ കിട്ടിയപ്പോൾ അമ്മക്ക് സ്നേഹം കൂടി. ഞാൻ ചോറ് കൊടുത്തു. ഗൈസ് അപ്പോൾ നമ്മുടെ പ്രോട്ടീൻ ഷെയ്ക്ക് കഴിക്കുന്ന സമയം ഇപ്പോൾ ഏകദേശം 5:30. ഓക്കെ, അപ്പോൾ ഇത് കഴിച്ച് കഴിഞ്ഞാലാണ് ഏകദേശം സെറ്റ് ആവുള്ളൂ. ജിമ്മിൽ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും കഴിക്കണ്ടേ? കഴിച്ച് പട്ടിണി പോയിട്ട് വെറുതെ പോയി വർക്കൗട്ട് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇത് കഴിച്ചിട്ട് ഇന്നും ഷെയ്ക്ക് അടിച്ചിട്ട് പെട്ടെന്ന് വരാം. ഓക്കെ, അപ്പോൾ ഇതിൽ എന്തൊക്കെ ആഡ് ചെയ്തിരിക്കുന്നത് വെച്ചാൽ ഒരു 20-25 ഗ്രാം നിലക്കടല എടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു സ്കൂപ്പ് നമ്മുടെ നോർമൽ ഓട്സാണ് എടുത്തിരിക്കുന്നത്. അതേപോലെ ഒരു പഴം റോബസ്റ്റ് എടുത്തിട്ടുണ്ട്. അതേപോലെ 4 മറ്റേ ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഞാനിപ്പോൾ ഇത് എടുത്തിട്ടുള്ളൂ. ഒരു ഗ്ലാസ് പാൽ ആർത്തിരിക്കുന്നുണ്ട്, അതെടുത്തിട്ട് വന്നില്ല. അപ്പോൾ ഇതൊന്ന് മിക്സ് ആക്കി കഴിഞ്ഞാൽ ഏകദേശം പ്രോട്ടീനും കലോറി ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഗ്ലാസ്സിലാക്കാൻ പഠിച്ചിട്ടാണ് ഞങ്ങൾക്ക് പറഞ്ഞത്. എനിക്കിങ്ങനെ കോടി കുടിക്കാൻ ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ട് പ്രോട്ടീൻ വരുന്നത് 20-25 ഗ്രാം പ്രോട്ടീൻ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ 500-550 ഗ്രാം കലോറീസ് നമുക്കുണ്ട്. അപ്പോൾ ബെറ്റർ ഓപ്ഷനാണ്. നിങ്ങളിത് ട്രൈ ചെയ്തിട്ടില്ല എനിക്ക് തോന്നുന്നു. ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഗുണം ചെയ്യും. പിന്നെ മെയിനായിട്ടൊരു കാര്യം, എൻ്റെ 60 to 65 എത്തിയ വെയിറ്റ് ഗെയിൻ ബിൽഡ് ചെയ്യാൻ പറ്റുക, നമുക്ക് വെയിറ്റ് കൂട്ടണമെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്തോ. ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും. ഞാൻ ചുമ്മാ പറയുന്നില്ല, എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, വേറെ സംഭവം അയച്ചു രണ്ടുപേര്
ഞാൻ വേറൊന്നല്ല, എന്തെങ്കിലും ഇതുപോലെ ഷേക്ക് എന്തെങ്കിലും ഉണ്ടാക്കുക, നമ്മൾ ഹെൽത്തി ആയിട്ട് എന്തെങ്കിലും നോക്കുമ്പോൾ ശരിങ്ങട് ഇതുപോലെ ഹെൽത്തി ഇല്ലാണ്ടാക്കാൻ വേണ്ടി കുറേ ഇതുപോലുള്ള മുറുക്കും കാര്യങ്ങളും വാങ്ങിട്ട് വരും. എന്നിട്ട് ഇതിലൂടെ കൂട്ടി കഴിക്കുന്ന എൻ്റെ അടുത്ത് പറഞ്ഞത് ഇതാ ഞാൻ ഉണ്ടാക്കുന്ന ഷേക്ക് ഇതിനുള്ളിലുണ്ട്, അതിനുള്ള മുറുക്കിട്ട് വെച്ചിരിക്കുകയാണ്. ചിരിക്കണ്ട നിങ്ങള്, എനിക്ക് വേണ്ട. പിന്നെന്തിനാ ഞാൻ അത് ഉണ്ടാക്കണേ? ശരി, നിന്റെ ഇഷ്ടം. ആരാണ് ഇപ്പഴത്തേക്ക് നേരാണ് ഞാൻ അപ്പോൾ ഇതൊക്കെ തീർത്തിട്ട് പെട്ടെന്ന് ജിമ്മിൽ പോട്ടെട്ടോ, സമയം അല്ലെങ്കിൽ വൈകി. ഓക്കെ ബൈ. ഞാൻ ജിമ്മിൽ പോകട്ടോ, പോയിട്ടോ ഹച്ചാൻ പോയിട്ടോ. അപ്പോൾ നമ്മൾ ജിമ്മിലെത്തിയിടാം, ബാക്കി പരിപാടികൾ കാണിച്ചിടാം. എന്തേ കഴിഞ്ഞോ? ഗൈസ്, ഞാൻ ഒരു പ്രത്യേക നിമിഷത്തിൽ ഞാൻ പെട്ടെന്ന് വീടെത്തി. എന്താ വെച്ചാൽ ജിമ്മിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു, അപ്പോൾ ആ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നേരെ പെട്ടെന്ന് മഴയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ വീടെത്തി. കുറച്ച് പേരുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട കാര്യം ഗേറ്റ് അടച്ച് വയ്ക്കുക എന്നുള്ളതാണ്. ഇല്ലയെന്ന് പറഞ്ഞാൽ എനിക്ക് ചീത്ത കേട്ട് ഒരു വഴിയായി. കാരണം അമ്മയ്ക്ക് ഇപ്പോൾ ഞാനാണെങ്കിൽ ഒരു 10-11 മണിയാകുമ്പോൾ വന്ന് അടയ്ക്കാൻ നിൽക്കാറുള്ളൂ. അമ്മയ്ക്കാണെങ്കിൽ ഇത് നേരത്തെ അടച്ചിരിക്കണം, ഇല്ല പറഞ്ഞാൽ അമ്മയ്ക്ക് കുരുപൊട്ടും. ഗൈസ്, ഞാനെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കുളിച്ചിട്ട് ഫുഡ് എടുത്തിട്ട് നമ്മുടെ രാത്രിക്കുള്ള ഫുഡ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അമ്മ. അപ്പോൾ അത് കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കി പറഞ്ഞുതരാം. നമുക്ക് രാത്രി എന്തൊക്കെയാണ് ഫുഡെന്ന് ഞാൻ കാണിച്ചു തരാം. ജിമ്മ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഞാൻ കഴിക്കുന്ന ഫുഡ് കാണിച്ചു തരാം. വെയിറ്റ് ആൻഡ് സീ. ഉറങ്ങാതെ കാത്തിരിക്കുന്ന നമ്മുടെ വീട്ടിലുള്ള ഒരേ ഒരു വ്യക്തിയുള്ളൂ, അത് നമ്മുടെ അമ്മയാണ്. സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാവുന്നു, അത് അമ്മ. ഏതല്ലേ പാട്ട്? ഗൈസ്, നമ്മുടെ കുളിയെല്ലാം കഴിഞ്ഞ് സെറ്റായി വന്നിട്ടുണ്ട്. നമ്മുടെ ഫുഡും അമ്മ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇന്നത്തെ ഫുഡ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. കഴിക്കാൻ മുട്ടയുണ്ട്, ചോറുണ്ട്, കുറച്ച് കടലക്കറി ഉണ്ട്, അതേപോലെ നമ്മുടെ സ്വീറ്റ് പൊട്ടാറ്റോ, ചക്കരക്കിഴങ്ങ്, മധുരക്കിഴങ്ങ് എന്നൊക്കെ പറയുന്ന പോലത്തെ അതുമുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ കഴിച്ച് സെറ്റാക്കി ഒരു 10-15 മിനിറ്റ് നടന്ന് ഒന്ന് വയറിനൊക്കെ ഒന്ന് സെറ്റാക്കിയതിന് ശേഷം നമ്മൾ കിടന്നുറങ്ങുന്നതായിരിക്കും. ഗൈസ്, അപ്പോൾ ഒരുപാട് വീഡിയോസ് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല, ഒരുപാട് കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോയ്ക്ക് എല്ലാം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബാക്കി ഇനിയും ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പോൾ കാര്യങ്ങളൊക്കെ നടക്കട്ടെ, നമ്മളിവിടെയൊക്കെ തന്നെ കാണും. അപ്പോൾ ശരി, ബൈ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. ബൈ. மறக்காம சர்ப்ரைஸ் பண்ணுங்க.